ഹലോ ഗായ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു കണ്ടൻറ്റാണ്. അത് വലിയൊരു ടോപ്പിക്കാണ്, ബട്ട് അതിൽ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മെയിൻ കാര്യങ്ങൾ സംസാരിക്കണം. ഇതൊരു ഹെൽത്തി കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫാമിലിയുടെ ഒരു ബിൽഡിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷനാണ്. അതിലൊരു ടോപ്പിക്ക് ഞാൻ പറയുവാണെങ്കിൽ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഇൻറ്റിമസി. ഈ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഇൻറ്റിമസി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ്. അപ്പോൾ അതിലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഒരു കുറേ കാഴ്ചപ്പാടുകളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം എന്താണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറോട് അത് ഓപ്പണായിട്ട് സംസാരിക്കാൻ മാത്രമല്ല, ഓപ്പോസിറ്റ് പാർട്ട്ണർ കേൾക്കാനും റെഡി ആവണം. ഓക്കെ, സോ അത് കേട്ടാൽ മാത്രമാണ് അവിടെ ഒരു നല്ലൊരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആ റിലേഷൻഷിപ്പ് നല്ല ബിൽഡപ്പ് ആവാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല നമ്മുടെ പാർട്ട്ണർ വിചാരിക്കുക. അപ്പം അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ് വരുന്നത്. അത് വരുമ്പോൾ തന്നെ വേറൊരു പ്രശ്നത്തിലോട്ടായിരിക്കും. നമുക്ക് ഫൈറ്റ് പാടില്ല. ഫൈറ്റ് ഉണ്ടാവും ഫാമിലിയിൽ, ബട്ട് ആ ഫൈറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷനും ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സോ അതാണ് പറയണത്, നമുക്ക് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂർ, ഈ ഫീലിങ്സ് ഒക്കെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രോപ്പറായിട്ട് സംസാരിക്കാനാണെങ്കിൽ. ബാക്കി അടുത്ത വീഡിയോ. ബൈ.